ഫിലിമി പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാള സിനിമയിൽ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ത്യാഗം സഹിച്ച നടൻ ആരാണ്? പലപ്പോഴും പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഒറ്റ വാക്കിൽ ഒരാളുടെ പേര് പറയാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ അതെങ്ങനെ പറയാറ്? ഒരാളെ ചൂണ്ടിക്കാണിച്ചാൽ മറ്റൊരാളോ, ഇപ്പോൾ മോഹൻലാൽ ആളെ എന്ന് പറയുമ്പോൾ മമ്മൂട്ടി എന്ന് ചോദിക്കുമ്പോൾ വേറൊരു നടനോ, ഓരോ നടനും അവരുടെ വിജയത്തിന് വേണ്ടി കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ടെന്ന് ഓർക്കണം. പക്ഷെ നിങ്ങളുടെ ഈ ചോദ്യത്തിന് എൻ്റെ മുന്നിൽ കുറേ ത്യാഗം സഹിച്ചൊരു നടൻ്റെ പേരുണ്ട്, മോഹൻലാൽ. സാധാരണ പറയാറുണ്ട്, ഞാൻ അരിയാഹാരം കുറച്ച് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കാതെ എൻ്റെ ശരീരം മെലിഞ്ഞ് വരാൻ എനിക്ക് ആഗ്രഹമില്ല. ഞാൻ അധ്വാനിക്കുന്നത് ആഹാരം കഴിക്കാനും കൂടി വേണ്ടതാണ്. അപ്പോൾ ആഹാരം കഴിക്കാതെ ജോലി ചെയ്യുന്നതിനോട് ഒരു താല്പര്യവുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേസമയം മമ്മൂട്ടിയാകട്ടെ കഥാപാത്രത്തിൻ്റെ വിജയത്തിന് വേണ്ടി പുല്ല് പോലും കഴിച്ച് ജീവിക്കാൻ മമ്മൂട്ടി ഒരുക്കമാണ്. അത് പലർക്കും അറിയാം. മെലിയാൻ വേണ്ടി, ശരീര സൗന്ദര്യം നിലനിർത്താൻ വേണ്ടി കഴിക്കുന്ന ആഹാരങ്ങൾ നോക്കുക, വളരെ ചുരുക്കമായിരിക്കും. എല്ലാം ടേസ്റ്റ് ചെയ്ത് വെക്കുന്ന ആലോചിക്കണം. അങ്ങനെ മമ്മൂട്ടി ഈ ഭക്ഷണം കഴിക്കാതെയാണ് ത്യാഗം സഹിക്കുന്നത് ആലോചിക്കണം. എന്നാൽ ഇവർ രണ്ടുപേർക്കിലും ഒരു പ്രത്യേക ഗുണങ്ങളുണ്ടെന്ന് ആലോചിക്കണം. ചില കഥാപാത്രങ്ങൾക്ക് വേണ്ടിയുള്ള ത്യാഗം അത് മമ്മൂട്ടിയേക്കാൾ കൂടുതൽ ചെയ്തത് മോഹൻലാലാണ്. ഞാനിത് പറയുമ്പോൾ ഈ വാനപ്രസ്ഥമാണ് എന്നെ ഞെട്ടിച്ച് കളഞ്ഞത്. ശരിക്കും വാനപ്രസ്ഥം ഷാജിയൻ കരുൺ ചെയ്തൊരു നല്ല സിനിമയാണ്. ആ സിനിമയിൽ നല്ല വേഷമാണ് മോഹൻലാലിനുണ്ടായിരുന്നത്, കുഞ്ഞിക്കുട്ടൻ എന്നുള്ള കഥാപാത്രം. ആ സിനിമ കണ്ടാലേ ആ സിനിമയുടെ വിഷമം, ദുഃഖം, ആ കഥാപാത്രങ്ങളുടെ പോക്കൊക്കെ നമുക്ക് അറിയാൻ പറ്റൂ. വെറുതെ വാക്കുകളിലൂടെ പറഞ്ഞാൽ അത് മുഴുവൻ ശരിയാവില്ല എന്ന് എനിക്കറിയാം. ആ കുഞ്ഞുകുട്ടനുള്ള കഥകളി ആശാനെന്നാലോചിക്കണം, നല്ല കഥകളി. ആ കഥകളി കണ്ടിട്ട് അദ്ദേഹത്തിനെ ഭ്രമിച്ചവരുണ്ട്, കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചവരുണ്ട്, അദ്ദേഹത്തോടൊപ്പം സമയം ചെലവഴിക്കണമെന്നുണ്ട്. അങ്ങനെ അത്രയും മിടുമിടുക്കനായ ഒരു കലാകാരനായ കഥകളി ആശാനായിരുന്നു കുഞ്ഞുകുട്ടൻ എന്നാലോചിക്കണം. ആ കുഞ്ഞുകുട്ടൻ്റെ സൗന്ദര്യവും ആ കളിയുമാണ് പലരെയും ആകർഷിക്കണം. അതിൻ്റെ ക്ലൈമാക്സിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഈ സിനിമയിൽ അഭിനയിക്കാൻ ചെന്നപ്പോൾ ഷാജിയൻ കരുൺ പറഞ്ഞത്, ലാലേ, ഇത് ഈ അസാധാരണമായൊരു കഥാപാത്രമാണ്, ഇതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് അഭിനയിച്ച് ഫലിപ്പിക്കണമെങ്കിൽ കഥകളി പഠിക്കേണ്ടി വരുമെന്നുള്ള ആലോചിക്കണം. കഥകളി പഠിക്കാതെ, അപ്പോൾ ലാൽ ചോദിച്ചത്, എത്രയോ വർഷങ്ങൾ, എത്ര വർഷം പഠിച്ചാലും തീരാത്തൊരു കലാരൂപമാണ് കഥകളി. ആ കഥകളി ഞാൻ സിനിമയ്ക്ക് വേണ്ടി എത്ര നാൾ ചെയ്യേണ്ടി വരും? അപ്പോൾ അത് പരിശീലിക്കാൻ എല്ലാവരും സംവിധാനമുണ്ട്. അങ്ങനെ ലാൽ അത് ത്രില്ലിലായിട്ട് എടുത്തു. കാരണം കഥകളി പഠിച്ചു എന്നുള്ളതാണ് സത്യം. ഈ കുഞ്ഞുകുട്ടൻ എന്നുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ലാൽ ശരിക്കും കഥകളി പഠിച്ചു എന്നാലോചിക്കണം. ആ കഥകളി പഠിച്ചപ്പോഴാണ് അതിൻ്റെ പിന്നിലുള്ള ത്യാഗം എല്ലാം മനസ്സിലായത്. കാരണം എത്രയോ വർഷങ്ങളാണ് ഈ കലാകാരന്മാർ ഇത് പഠിച്ചിട്ടാണ് അരങ്ങത്ത് കൊണ്ടുവരുന്നത്. എന്നിട്ട് പോലും അവർക്ക് എന്ത് അംഗീകാരമാണ് ലഭിച്ചിട്ടുള്ളത്? ഒരു കഥകളി നടന് വേണ്ടത്ര അംഗീകാരം ഇപ്പോഴും നമ്മുടെ നാട്ടിൽ കൊടുത്തിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. അതേസമയം വിദേശത്തേക്ക് പോകുമ്പോൾ നമ്മുടെ കലാരൂപം എന്ന് പറഞ്ഞ് കൊണ്ടുപോയിരുന്നെല്ലാം ഈ കഥകളി സംഘത്തെയല്ലേ. അപ്പോൾ ലാലിത് പഠിച്ചപ്പോൾ തന്നെ ഇടയ്ക്ക് വെച്ച് ഈ സിനിമ നിന്ന് പോകുമെന്നൊരവസ്ഥ വന്നു. കാരണം ഈ സിനിമയുമായി ബന്ധപ്പെട്ട പ്രൊഡ്യൂസർ പതുക്കെ പിൻവലിയുന്നു അവസ്ഥ വന്നു, പണമില്ലാത്തൊരവസ്ഥ വന്നു. അവിടെ വേണമെങ്കിൽ ലാലിന് സോറി പറഞ്ഞു പോകാമായിരുന്നു. പക്ഷേ ലാൽ ആ സിനിമ ഏറ്റെടുത്തു എന്നാലോചിക്കണം. അതിൻ്റെ പ്രൊഡക്ഷൻ ഏറ്റെടുത്ത് ഒരേ സമയം നിർമ്മാതാവും നടനുമായി മാറി എന്നാലോചിക്കണം. ഒരേ സമയം നടനും നിർമ്മാതാവുമായി ലാൽ മാറി. അവിടെ അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷനുണ്ട്. ആ ടെൻഷൻ വേറൊന്നുമല്ല, ശരിയാകുമെന്നും ആലോചിച്ചിട്ടുള്ള കഥകളി ആശാനാണ്. കഥകളി പഠിച്ചിട്ടുണ്ട്. കഥകളി പഠിപ്പിച്ച, കഥകളിക്ക് വേണ്ടി ജീവൻ ത്യജിച്ചവർ പോലും അവിടെയുണ്ട്. അവരുടെ മുന്നിലാണ് കുഞ്ഞുകുട്ടനായിട്ട് അഭിനയിക്കുന്നത്. അതെത്ര കണ്ട് ശരിയാവും, എവിടെയെങ്കിലും പാളിച്ചകൾ പറ്റുമോ എന്ന് ശങ്കിക്കുമ്പോൾ തന്നെയാണ് ഒരു പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് ലാലിന് ആ സിനിമ നൽകിയ ടെൻഷൻ എന്നാലോചിക്കണം. അപ്പോൾ ഒരേ സമയം അഭിനയത്തിലും നിർമ്മാത നൽകിയും ടെൻഷൻ സഹിച്ച് ആ സിനിമ വിജയിക്കാൻ വേണ്ടി പ്രയത്നിച്ചാലോചിക്കണം.
ആ സിനിമയെക്കുറിച്ച് അറിഞ്ഞ, അതായത് ഷാജി ആൻ കരുണിന് അന്തർദേശീയ തലത്തിലൊരു പേരുണ്ടെന്ന് ആലോചിക്കണം. ഈ സിനിമയും അന്തർദേശീയ നിലവാരത്തിലേക്ക് തന്നെ പോയൊരു സിനിമയാണെന്ന് ആലോചിക്കണം. അപ്പോൾ ഷാജിയുടെ സിനിമയാകുമ്പോൾ അത് അറിയാനും കേൾക്കാനും ചർച്ച ചെയ്യാനും വ്യത്യസ്തമായ ആൾക്കാർ, നിരൂപകരടക്കമുള്ളവർ വരുമായിരുന്നു ആലോചിക്കണം. എങ്കിലും ഈ സിനിമ എന്തൊക്കെയോ പ്രതീക്ഷകൾ ലാലിന് നൽകിയെന്ന് ആലോചിക്കണം. പണം എവിടെ നിന്നെങ്കിലും ഉണ്ടാക്കാം, കടം മേടിക്കാം, കടം മേടിച്ച് സിനിമ പൂർത്തിയാക്കാം. അങ്ങനെയാണ് സിനിമ പൂർത്തിയാക്കാൻ ശ്രമിച്ചത്. സിനിമ പൂർത്തിയാക്കിയപ്പോൾ തിയേറ്ററിൽ ഈ സിനിമ വേണ്ടത്ര വിജയിച്ചില്ല എന്നുള്ള സത്യമാണ്. തിയേറ്ററിൽ വിജയിക്കാതെ വന്നപ്പോൾ സാമ്പത്തികമായി നഷ്ടം വന്നു. അതായത് ഒരു വലിയ പ്രോജക്റ്റ് എടുത്തുകൊണ്ട് വലിയ നഷ്ടമാണ് ലാൽ തയ്ച്ചതെന്ന് ആലോചിക്കണം. പക്ഷേ അതൊരു നഷ്ടമായി തനിക്ക് തോന്നിയിട്ടില്ല എന്ന് ലാൽ പല സ്ഥലത്തും പറഞ്ഞു കഴിഞ്ഞു. കാരണം നമ്മൾ പണം കയ്യിൽ വെച്ചിട്ട് കാര്യമില്ല. പണം അവിടെ ഇരിക്കട്ടെ, കയ്യിൽ വെച്ചുകൊണ്ട് ഒരു നല്ല സംഭവം ഉണ്ടാവണമെന്നില്ല. ഇവിടെ ഈ സിനിമ, ഷാജി ആൻ കരുൺ ചെയ്ത ഈ സിനിമ വാനപ്രസ്ഥം എല്ലാവിധ അംഗീകാരങ്ങളും നേടി എന്നുള്ളത് സത്യമാണ്. ആ അംഗീകാരമാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം. ആ വിജയമാണ് ലാലിനടക്കമുള്ളവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി കൊടുത്തത്, അല്ലാതെ തിയേറ്ററിൽ ഓടിയിട്ടല്ല. അപ്പോൾ ആ സിനിമ ഇടയ്ക്ക് വെച്ച് ലാൽ എങ്ങനെയാണ് ചോദിച്ചത്, ഞാൻ ഈ സിനിമയിൽ പിന്മാറിയിരുന്നെങ്കിൽ ഒരുപക്ഷെ വളരെ വൈകിട്ട് മറ്റാരെങ്കിലും ഒന്നും ഈ സിനിമ നിർമ്മിക്കുമായിരുന്നു. എന്നാൽ ഞാനത് ഇടപെട്ടത് കൊണ്ട് ആ സിനിമ പൂർത്തിയായി. സിനിമ പൂർത്തിയായതുകൊണ്ടാണ് എനിക്കിപ്പോൾ സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ വന്നിരിക്കുന്നത്. അതല്ലെങ്കിൽ ഞാൻ ഉപേക്ഷിച്ച് പോയിരുന്നെങ്കിൽ എനിക്കിതിൽ അഭിനയിക്കാൻ കഴിയുമായിരുന്നില്ല, ഈ സിനിമ പൂർത്തിയാക്കാൻ പറ്റില്ല. പക്ഷേ ഈ സിനിമയ്ക്ക് 2 ദേശീയ അവാർഡുകൾ എനിക്ക് നിർമ്മാതാവ് എന്ന നിലയ്ക്കും നടൻ എന്ന നിലയ്ക്കും എനിക്ക് 2 ദേശീയ അവാർഡുകൾ കിട്ടി എന്ന് ആലോചിക്കുമ്പോഴാണ് ഈ സിനിമയുടെ തലം എത്രയോ വലുതായിരിക്കുന്നു എന്നും ചർച്ച ചെയ്യപ്പെടുന്നൊരു സിനിമയായി വാനപ്രസ്ഥം മാറുന്നുണ്ടെന്ന് ആലോചിക്കണം. ഇപ്പോഴും പലരും പല ഫെസ്റ്റിവലുകളിലും പല സ്ഥലങ്ങളിലും ഈ സിനിമ പ്രദർശിപ്പിക്കാൻ തയ്യാറായി വരുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ ആലോചിക്കേണ്ടതുണ്ട്, സുഹാസിനിയും മോഹൻലാലും തമ്മിലുള്ള രംഗങ്ങൾ കണ്ണീര് പൊഴിക്കുന്ന രീതിയിലേക്ക് വളർത്തിയെടുക്കാൻ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ കഥകളി ആശാനും യഥാർത്ഥ മനുഷ്യൻ തമ്മിലുള്ള വ്യത്യസ്തങ്ങൾ, നമ്മൾക്ക് ആരാധന തോന്നുന്നത് വ്യക്തിയോടാണോ വ്യക്തിത്വത്തോടാണോ അതോ അയാൾ അവതരിപ്പിക്കുന്ന കലാകാരനാണോ എന്ന് തോന്നും ഇല്ലേ? ഇപ്പോൾ സിനിമാ നടന്മാരെ പ്രേമിക്കുന്നവരുണ്ട്, സിനിമാ നടികളെ പ്രേമിക്കുന്നവരുണ്ട്. ഇവരുടെ ആ കാലഘട്ടം കഴിയുമ്പോൾ അവരുടെ പ്രണയം നശിച്ചു പോകുമോ? എന്തായാലും മലയാള സിനിമ ഉള്ള കാലം വരെ ഈ വാനപ്രസ്ഥം മാറ്റി നിർത്തിക്കൊണ്ട് ഒരു നിരൂപകനും ചർച്ച ചെയ്യാൻ പറ്റില്ല. അവിടെ കുഞ്ഞിക്കുട്ടെന്നുള്ള കഥാപാത്രത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മോഹൻലാലിൻ്റെ മറ്റു കഥാപാത്രങ്ങളെക്കുറിച്ച് പറയാനും പറ്റില്ല. ആ നിലവാരത്തിലേക്ക് ഈ സിനിമ വളർത്തിയതിന് പുറകിലും മോഹൻലാലിൻ്റെ കഴിവുണ്ട്, പണമുണ്ട്, എല്ലാമുണ്ട് എന്ന് ആലോചിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ മോഹൻലാൽ പലപ്പോഴും പറയാറുള്ളത് ഇങ്ങനെയാണ്, ഞാൻ നല്ല സിനിമയ്ക്ക് വേണ്ടി തന്നെയാണ് പണം ചെലവഴിച്ചിട്ടുള്ളത്. പിന്നെ പലരും പറയാണ്ട് മോഹൻലാൽ പരസ്യത്തിലൂടെ കുറേ സമ്പാദിച്ചു, അഭിനയത്തിലൂടെ കുറേ സമ്പാദിച്ചു, പ്രൊഡക്ഷനിലൂടെ സമ്പാദിച്ചു, അങ്ങനെ സിനിമയ്ക്ക് വേണ്ടി സമ്പാദിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ അതിനും മറുപടി പറയാറില്ല. കാരണം എനിക്ക് കിട്ടിയ ഈ പണമെല്ലാം സിനിമയിൽ നിന്ന് കിട്ടിയ സിനിമയിൽ തന്നെയാണ് ഞാൻ വിനിയോഗിച്ചിട്ടുള്ളത് എന്ന് ആലോചിക്കണം. എൻ്റെ നഷ്ടങ്ങളെക്കുറിച്ചോ ലാഭങ്ങളെക്കുറിച്ചോ ഞാൻ പറയാറില്ല. എൻ്റെ നഷ്ടത്തെക്കുറിച്ച് പലരും ചോദിക്കാറുമില്ല. പക്ഷേ സിനിമ എൻ്റെ പാഷനാണ്, അത് ഞാനിപ്പോഴും തുടരുന്നു. ഇങ്ങനെ പറയുന്ന ലാലിന് കഴിഞ്ഞ വർഷം ചെറിയ ഒരു ഇടിവ് സംഭവിച്ചോ എന്ന് ആലോചിക്കണം. ലാലിൻ്റെ കഴിഞ്ഞ വർഷം ഇറങ്ങിയ സിനിമകൾ പലതും വേണ്ടത്ര ശ്രദ്ധിക്കാതെ പോയപ്പോൾ നല്ല സിനിമയെ സ്നേഹിക്കുന്നവരും ലാലിനെ സ്നേഹിക്കുന്നവർക്കും വേദനയുണ്ടായി എന്നുള്ളതാണ്. എന്നാൽ ഈ വർഷത്തിൻ്റെ അവസാനത്തിൽ നേര് എന്ന സിനിമ സമ്മാനിച്ചുകൊണ്ട് ലാൽ ഒരു തിരിച്ചു വരവ് നടത്തി എന്നുള്ള സത്യം തന്നെയാണ്. ആ സത്യത്തിൻ്റെ തുടർന്നാണ് ഇപ്പോൾ ഈ പുതിയ 2020 ജനുവരിയിൽ ഈ 25-ാം തീയതി ലാലിൻ്റെ ഒരു മെഗാ സിനിമ വരുന്നു എന്നാലോചിക്കണം. അതായത് മുൻപ് തീരുമാനിച്ച ഒരു സിനിമയ്ക്ക് ഇത്രയും കോടി എന്നുണ്ട് ചിലവഴിക്ക്, അതിൻ്റെ ഇരട്ടി തുക ചെലവഴിച്ചുകൊണ്ടാണ് മോഹൻലാലിൻ്റെ ഒരു പുതിയ സിനിമ വരുന്നത്. അതാകട്ടെ സംവിധാനം ചെയ്ത് ലിജോ ജോസ് പെല്ലിശ്ശേരിയാണെന്ന് ആലോചിക്കണം. മലൈക്കോട്ടെ വാലിബൻ അതിപ്പോഴേ തന്നെ പ്രചരണം തുടങ്ങി. അത് വൻ പ്രതീക്ഷയാണ് നൽകുന്നത്. ഒരു ഫെസ്റ്റിവൽ മൂഡിലാണ് ആ സിനിമ വരുന്നത് ആലോചിക്കണം. എന്തായാലും അതും ലാലിന് ഏറെ പ്രതീക്ഷ നൽകുന്ന സിനിമയാണ്, കഥാപാത്രമാണ്. അതിൽ ഡബിൾ റോളിലാണ് ലാൽ വരുന്നതാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയ വാർത്ത. സിനിമ വൻ വിജയമാകട്ടെ.